ഗവൺമെൻറ് ഓർഡർ നമ്പർ 38/2025 79/ഫിൻ തീയതി 29/3/2025 പ്രകാരമുള്ള സോഫ്റ്റ്വെയർ സജ്ജീകരണം സ്പാർക്കിൽ പ്രാപ്തമാക്കിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക പ്രോസസ്സിംഗ് ചെയ്യുന്നതിനുള്ള രീതിയാണ് സ്പാർക്കിൽ എനേബിൾ ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. റെഗുലർ എംപ്ലോയീസിന് സാലറി മാറ്റേഴ്സിൽ പേ ഫിക്സേഷൻ, 11th പേ റിവിഷൻ അരിയർ പ്രോസസ്സിംഗ് എന്ന മാർഗത്തിൽ കൂടി പേ റിവിഷൻ അരിയർ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. അടുത്തത് സാലറി മാറ്റേഴ്സിൽ പേ ഫിക്സേഷൻ, 11th പേ റിവിഷൻ അരിയർ ബിൽ പ്രകാരം ബില്ല് ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് റിട്ടയർ ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കാര്യമാണ് പറയുന്നത്. സാലറി മാറ്റേഴ്സിൽ പേ ഫിക്സേഷൻ, 11th പേ റിവിഷൻ അരിയർ പ്രോസസ്സിംഗ് റിട്ടയർഡ് എന്ന പ്രകാരം ചെയ്യാവുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് സാലറി മാറ്റേഴ്സ് പേ ഫിക്സേഷൻ, 11th പേ റിവിഷൻ അരിയർ ബിൽ എന്ന രീതിയിൽ ബില്ല് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ മാർഗത്തിലാണ് 11th പേ റിവിഷൻ കമ്മീഷൻ്റെ കുടിശ്ശിക പ്രോസസ്സ് ചെയ്യേണ്ടത്.